പെരുവത്തുകടവിലെ പ്രമാണിയായ വിശ്വനാഥ മേനോനെ നാട്ടുകാർ ഭഗവാൻ എന്ന് വിളിക്കാനുള്ള കാരണം ഒരു തോക്കാണ്. ഇത് ജർമ്മൻ മെയ്ഡ് റിവോൾവർ. 1936 ഭഗവാന്റെ കുടുംബക്കാർക്ക് 2 ജർമ്മൻ സായിപ്പന്മാർ സമ്മാനിച്ചതാണത്ര. ആകാശത്തോട്ട് നോക്കി വെടിവെച്ചാലും ഉന്നം വെച്ചവന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ട തുളച്ചു കയറുമത്രേ. അതാണ് ചരിത്രം. പാലാട്ടുകാരക്കാരൻ ചെക്ക ഓടരുത്. ഓടിയ 2 കൊല്ലും ഞാൻ. നിൽക്കാൻ ഉണ്ടേടാ മറന്നുപോയി. പോയല്ലേ. അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ മൂത്ത മകൾ ഒളിച്ചോടി പോയത് മുതൽ പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധശത്രുതയിലായി. എന്തിന്? സന്ധ്യ കഴിഞ്ഞ് കാരണമില്ലാതെ ഇരുകരകളിലേക്കുമുള്ള പ്രവേശനം പോലും ഭഗവാൻ റദ്ദാക്കി. പക്ഷേ പാലാട്ടുകരയിലെ കോഴികൾ അപ്പോഴും കൂഹിക്കൊണ്ടേയിരുന്നു. പൊട്ടൻ കളിക്കുന്ന ജോസ് ഓഫ് ചെയ്യണത് എന്നാ ഉണ്ടാക്കണ ബുദ്ധിമാനെ. പൊട്ടൻ നിന്റെ അച്ഛൻ മാറ്റണ ഹാർമോണിയം വൈകാതെ ആരെങ്കിലും ഓഫ് ചെയ്യണം. ഓഫ് ആക്കാൻ പറ്റില്ല. അതന്നെ ഞാനും പറഞ്ഞു ഓഫ് ആക്കാൻ പറ്റുന്നില്ല. എടാ ഒരു വീഡിയോ ചെല്ലേ കേട്ടത്. എടാ തോക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. സൂപ്പർമാനെ വരുന്നുണ്ട്. ഓഫ് ചെയ്യണത് ഇത് തിന്നല്ല. കിരിക്കട ഇപ്പൊ കിട്ടണം നിനക്ക്. പാട്ട് ഓഫ് ചെയ്യണം. വിളിച്ചത് നിന്നെയാ എന്നെയും. ഓഫാക്കി തന്റെ പൊന്നു പുണ്യാളോ. ടേപ്പ് ഓഫ് ചെയ്യലല്ലേ പുണ്യാളുടെ പണി. ജോസഫ് പൊട്ടനായിട്ട് അഭിനയിക്കണം. അവന്റെ ചെലങ്ക തേങ്ങ പട്ടി. ഭഗവാന്റെ വെടികൊണ്ട് ചാവും. ഇത് അങ്ങേരുടെ വീടിന്റെ കയ്യാലക്കകത്തൂടെ തന്നെ കുത്തിക്കയറ്റണം അല്ലെ? അല്ല നീയൊക്കെ പാട്ട് വെച്ചെന്റെ ഒറ്റ കീറും. നീര് രാവിലെ തന്നെ കേറിണ്ട് തോന്നുന്നു. ഒടിയന്റെ മാനല്ലേ, എവിടെ എപ്പ കാണുന്നു പറയാൻ പറ്റില്ല. ഈ വാറ്റ് ഞാൻ നിർത്തും. നീ ഒലത്തും. ഞാൻ ഒറ്റും. ചോണയുണ്ടോ ഒറ്റടാ?
ചുമ്മാ അല്ല പോലീസുകാർ നാട് മുഴുവൻ തപ്പിട്ട് കാണാഞ്ഞത്. ഇതിന്റെ മേളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നല്ലേ, ഞങ്ങളും കുറെ തപ്പി. നീ അറിഞ്ഞോ ആ. മേലെ മനത്തെ अरे तू चक्कर ഉള്ളിൽ കൂടെ റായേരിയ അത് ആയി റായെ കൂട്ടി റായേരിയ അത് ഞാൻ ആയി റായുടെ ഉള്ളിൽ കൂടെ റായേരിയ അത് ആയി. അത് ശരിയാണല്ലോടാ. അങ്ങനെ റായെ കൂട്ടി റാ കൂട്ടി എഴുതിയാൽ നീ എന്നെ ഹഠാത് ആകർഷിച്ചു. ഹഠാത് ആകർഷിച്ചു. ചിട്ടിയുടെ കാശടിച്ചോ? ഇതാ കുഴപ്പം. വല്ല മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതിയായിരുന്നു. എന്തേ? അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ വനജേ? അയ്യടാ, ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു, ഞാനൊന്നും പറയുന്നില്ല. എടി പഴകും തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ്. അതുപോലാണ് ഈ പ്രണയവും. അതാണ് ഈ രാജന്റെ പോളിസി. അച്ഛന്റെ പേര് നീറുന്നല്ലച്ചാ. നീർ നിന്റെ തന്ത. അച്ഛനും മോനും കൂടെ പേര് പറഞ്ഞ് കളിക്കേ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അങ്ങനെ പോലെ നിക്ക്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെളിക്ക നിന്നവളേ വളേ വേലിക്ക് നിന്നിട്ട് അച്ഛനൊരു കിളിക്കൂട് കണ്ടടാ മോനെ. ഓ കിളിക്കൂട് കാണുള്ളൂ, കിളിയെന്ന് കിട്ടില്ല. ഏത് കിളിയച്ചാ? കാക്ക. അപ്പൊ കാക്കൊരു കിളിയാണോ? ചില സമയങ്ങളിൽ കാക്കയും ഒരു കിളിയാകും. ഓ അത് ശരി. അമ്മേ, വിശക്കുന്നു, എന്തേലും എടുത്തോ. അച്ഛന്റെ പ്രേംനസീറിങ് എത്തിയോ? ഉമ്മറും ജയനും കീരിക്കാടൻ ജോസ് ഒന്നും കൂടെ വന്നില്ലേ? ഇല്ല, ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ. ഓ, ഒരു നിത്യകരുത നായകൻ നാറിയിട്ട് വയ്യ. അധ്വാനിക്കുന്ന ജനവിഭാഗം ഒരല്പം വിയർപ്പൊക്കെ പൊഴിച്ചു വരും. എടാ അധ്വാനിക്കുന്നവനെ, ഓ. നിന്നോട് ഞാൻ ആ 10ാം ക്ലാസ് പാസ്സായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ചേർക്കാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? ചുമ്മാ ഇങ്ങനെ സിനിമ കറക്കി നടന്നു. അമ്മ എനിക്കും കപ്പെടുത്തോ? ആ ദേ, മാളൂട്ടി 10ാം ക്ലാസ് പാസ്സായ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ദേ അമ്മേ, ഒരുമാതിരി പിള്ളേരോട് സംസാരിക്കത്തോളം എന്നോട് സംസാരിക്കുക കേട്ടല്ലോ. വളർന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. Hey mother, let it be the last time. If you dare one more time, I will pull out your tongue and you will just remember that. കൽപ്പിട്ടൊന്നും വെച്ചെന്നുണ്ടല്ലോ. എടാ, നിന്നോട് രാവിലെ പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നോ നീ? മറന്നു. ദേ, രണ്ടിനും ഞാൻ നാളെ പച്ചവെള്ളം തിളപ്പിച്ച് തരും കേട്ടോ. എന്ത് പറഞ്ഞാലും തലയാട്ടിക്കോളും, അതിനൊരു കുറവുമില്ല. പൂത്തുപോലെ വളർന്നു എന്താ കാര്യം? ചിരിക്കണ്ട, നിനക്കും അത് തന്നെ. കൊച്ചേട്ടാ, മറ്റന്നാള് വന്ദനം വരുവോ? ഒന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവോ? ആലോചിക്കാം. അപ്പൊ ശ്രീദേവി ചേരായിരിക്കും അല്ലേ? ഗോ ഗോഡി.